VHP നേതാവ് അനിൽ വിളയിലും ചേർന്നു. ശ്രീ അനിൽ വിളയിൽ, വികസനമാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യം. അതല്ലാതെ യുവതീ പ്രവേശനം എന്നുള്ളൊരു വിഷയം അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. അത് സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന കാര്യമാണ് എന്ന് ആവർത്തിച്ചു പറയുന്നു CPM നേതാക്കൾ. അത് തന്നെ സർക്കാരും പറയുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് കടക്കുമ്പോൾ ഏത് തരത്തിൽ കാണുന്നു VHP അടക്കം ഈ വിഷയത്തിൽ? സർക്കാർ ഒളിച്ചു കളിക്കുന്നു എന്നുള്ള നിലപാട് നിങ്ങൾ ആവർത്തിക്കുന്നു അല്ലേ? വികസനമാണ് ഈ അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യമെന്നുള്ളത് തീർച്ചയാണ്. പക്ഷെ ശബരിമലയുടെ വികസനമല്ല. ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെയും ഇവിടുത്തെ ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം വകുപ്പ് ഭരിക്കുന്ന വ്യക്തികളുടെയും മെമ്പർമാരുടെയും പോക്കറ്റിന്റെ വികസനത്തിന് വേണ്ടി, അല്ല അവർ പ്രതിനിധീകരിക്കുന്ന പാർട്ടികളുടെ വികസനത്തിന് വേണ്ടിയുള്ള വികസനമാണ് ഈ സംഗമം നടക്കുന്നത്. അല്ലാതെ ശബരിമലയെ വികസിപ്പിക്കാൻ വേണ്ടിയുള്ള സംഗമമല്ല. എല്ലാ കാലത്തും ശബരിമലയ്ക്ക് എതിരായ നിലപാടുകൾ എടുത്തിട്ടുള്ള ഭരണകൂടമാണ് കേരളത്തിൽ ഭരിക്കുന്നത്. ആ ഭരണകൂടം തീർച്ചയായിട്ടും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതുക്കൽ വന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെയാണ് ഈ സംഗമം നടത്തുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു തെളിവ് ഞാൻ പറയാം. കേരളത്തിലെ ലക്ഷക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് വ്യാപകമായ രീതിയിൽ ഈ വികസന സംഗമത്തിന്റെ ഹോർഡിങ്ങുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട അയ്യപ്പൻ എവിടെ? അതിനകത്തെല്ലാം നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ ദേവസ്വം മന്ത്രിയും മാത്രമാണ്. വിശ്വാസികളായിട്ടുള്ള ഒരൊറ്റയാളെ പോലും ഭാരതത്തിൽ നിന്ന് ഇവർക്ക് ഈ ഏതെങ്കിലും നേതൃപദവിയിലിരിക്കുന്ന മുഖ്യമന്ത്രിമാരോ ഏതെങ്കിലും ദേവസ്വം മന്ത്രിമാരോ ഏതെങ്കിലും കേന്ദ്ര ഗവൺമെന്റിലെ ഉയർന്ന നേതാക്കന്മാരെയോ ഒന്നും ഇവർക്ക് കണ്ടെത്താൻ സാധിക്കാതിരുന്നതിന്റെ കാരണം ഈ സംഘടിപ്പിക്കുന്ന സംഗമം ആത്മാർത്ഥത ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാം. ഈ കേരളം ഭരിക്കുന്ന സർക്കാരുകൾ 2018 നവംബർ മാസം 12-ാം തീയതി ദേവസ്വത്തിന്റെ ദേവസ്വം അഡീഷണൽ സെക്രട്ടറി ആയ M. ഹർഷൻ, ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. 2018 നവംബർ 12-ന് അഡീഷണൽ സെക്രട്ടറി ഗവൺമെന്റ് ദേവസ്വത്തിന്റെ M. ഹർഷൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു സത്യവാങ്മൂലമുണ്ട്. ആ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് ശബരിമലയിലെ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസിനെ പറ്റി തീർച്ചയുണ്ടാകണമെന്നുണ്ടെങ്കിൽ വഖഫ് ബോർഡ്, ക്രൈസ്തവ സംഘടനകള്, മുസ്ലിം സംഘടനകള്, നമ്മുടെ ശബരിമലയിലെ വനവാസി വിഭാഗങ്ങൾ ഇവരുടെയൊക്കെ സമ്മതവും അല്ലെ ഇവരോടൊക്കെയുള്ള താല്പര്യങ്ങൾ ചോദിച്ചതിന് ശേഷം മാത്രമേ ആ കേസിലെ വിധി പുറപ്പെടുവിക്കാവുന്ന. ഓർത്തു നോക്കൂ, വഖഫ് ബോർഡിനോട് ഈ അന്വേഷണം നടത്തിയ സുപ്രീം കോടതി ഈ കേസിൽ തീരുമാനമെടുക്കാവൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? വഖഫ് ബോർഡിനും ശബരിമലയുമായിട്ട് എന്താണ് ബന്ധം? ഈ ഹർഷൻ എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ കൊടുത്ത സത്യവാങ്മൂലമാണ്. തീർച്ചയായിട്ടും ശബരിമലയുടെ കാര്യങ്ങളിൽ ഇവര് കാണിക്കുന്ന ഇരട്ടത്താപ്പ് യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതാണ്. ഇത് വികസന സംഗമം തന്നെയാണ്. പക്ഷെ ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയുള്ള സംഗമമല്ല. ഈ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും വികസിക്കാൻ വേണ്ടിയുള്ള ആഗോള സംഗമമാണ് ഇവിടെ നടത്തുന്നത്. അതാണ് സത്യം. ശ്രീ അനിൽ വിളയിൽ, ഇനി വിശ്വാസി സംഗമം നടത്തുന്നു ഹിന്ദു സംഘടനകൾ. എന്തെല്ലാം കാര്യങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ട് ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു വ്യക്തമായ നിലപാടെടുക്കണം എന്ന് കൂടി നിർബന്ധിക്കുന്ന, അല്ലെങ്കിൽ അതുകൂടി ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു സംഗമമായിരിക്കുമോ അതിന്റെ അജണ്ട? ഈ ഒരു കാര്യം, ശബരിമലയുമായി ബന്ധപ്പെട്ട സർക്കാർ ആത്മാർത്ഥമായിട്ടാണ് വികസന സംഗമം നടത്തുന്നതെങ്കിൽ അതിനെതിരായിട്ടല്ല കേരളത്തിലെ ഹൈന്ദവ സംഘടനകളൊന്നും തന്നെ. പന്തളത്ത് നടത്താൻ പോകുന്ന 22-ാം തീയതി നടത്താൻ പോകുന്ന സംഗമം വികസനവും അതിനോടൊപ്പം തന്നെ ശബരിമലയിലെ ആചാര സംരക്ഷണത്തിൽ കൂടിയുള്ള വികസനം എന്ന് പറയുന്ന ഒരു ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ചു. തീർച്ചയായിട്ടും നന്ദി ശ്രീ അനിൽ വിളയിൽ. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ശബരിമലയുടെ വികസനത്തിന് മാത്രമാണ്. അതിൽ യുവതീ പ്രവേശനവുമോ ആയിട്ടോ ഒരു ബന്ധവുമില്ല. സത്യവാങ്മൂലം കോടതിയുടെ മുന്നിലിരിക്കുന്ന കാര്യമാണ്. അതിനെക്കുറിച്ചല്ല ചിന്തിക്കുന്നതെന്ന് ഉറച്ചു പറയുന്നു CPM നേതാക്കളും സർക്കാരും മന്ത്രിമാരും ഒക്കെ തന്നെ. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണപ്പാളി അടക്കമുള്ള വിഷയങ്ങൾ നിങ്ങൾ ചോദ്യമായി ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലും അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്തുന്നതായതുകൊണ്ട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്ന സർക്കാരാണ്. സർക്കാർ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ട് ഒളിച്ചുകളി തുടരുകയാണ്. അതിനിടയിലാണ് അയ്യപ്പ സംഗമത്തിലേക്ക് കടക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ കോൺഗ്രസ് പറയുന്നത്, ആവർത്തിക്കുന്നത്? യഥാർത്ഥത്തിൽ അയ്യപ്പ സംഗമം നടക്കുന്ന സമയത്ത് ഞങ്ങൾ അതിന്റെ സംഗമത്തിന്റെ സാങ്കത്യത്തെ കുറിച്ചല്ല ചോദ്യം ചെയ്യുന്നത്. നേരത്തെ കൊടുക്കരുത് അച്യുതാനന്ദന്റെ ഗവൺമെന്റ് ഇരിക്കുന്ന കാലത്ത് യുവതീ പ്രവേശനം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അവരുടെ അഫിഡവിറ്റ് കൊടുത്തിരുന്നു.
അതിനുശേഷം 2016 സാഹചര്യങ്ങളെല്ലാം മാറി വന്ന് ഞങ്ങളുടെ ഗവൺമെന്റ് വന്നു കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെന്റ് യുവതി പ്രവേശനത്തെ സംബന്ധിച്ച് ഞങ്ങൾ ചില റെസ്ട്രിക്ഷൻസ് പറഞ്ഞു. ആ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് യുവതി പ്രവേശനത്തെ ഞങ്ങൾ എതിർക്കുകയല്ല, അതേസമയം അതിലെ റെസ്ട്രിക്ട് ചെയ്യുകയാണ്. 10 വയസ്സിലും 50 വയസ്സിലും മധ്യത്തിലുള്ള സ്ത്രീകൾക്ക് അവിടെ പ്രവേശനത്തിന് ചില റെസ്ട്രിക്ഷൻ വേണം എന്നുള്ള പരമ്പരാഗതമായ ചിന്താഗതിയുടെ ഭാഗമായി ഞങ്ങൾ അങ്ങനെയൊരു അഫിഡവിറ്റ് കൊടുത്തു. ഞങ്ങളുടെ ഗവൺമെന്റ് പോയി പുതിയ ഗവൺമെന്റ് വന്നു കഴിഞ്ഞപ്പോൾ 2 അഫിഡവിറ്റ് കേരള ഗവൺമെന്റിന്റെ പേരിലുണ്ട്. അതിൽ 2 ഈ ഗവൺമെന്റ് നിൽക്കുന്നത് എന്നൊരു ചോദ്യം കോടതിയിൽ നിന്ന് വന്നു. അപ്പൊ ഇവർ പറഞ്ഞു 2007 യുവതി പ്രവേശനം അനുവദിക്കണം എന്നുള്ള അച്യുതാനന്ദ ഗവൺമെന്റിന്റെ അഫിഡവിറ്റിനോടൊപ്പം ഈ ഗവൺമെന്റ് നിൽക്കുന്നു എന്ന് അവര് ഹൈക്കോടതിയെ അറിയിച്ചതാണ്. ഇതൊക്കെ റെക്കോർഡ്സിലുള്ളതാണ്, ആർക്കും കള്ളം പറഞ്ഞു മാറാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതാണ് യഥാർത്ഥത്തിൽ റെക്കോർഡ് സംഭവിച്ചത്. ശ്രീ തിരുവഞ്ചൂർ, അത് നമ്മൾ ചോദിക്കുമ്പോൾ ഇത് ഒരു സത്യവാങ്മൂലത്തിന്റെ ബേസിലല്ലോ കോടതി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് എല്ലാ സത്യവാങ്മൂലങ്ങളും പരിശോധിക്കുന്നുണ്ട് കോടതി എന്നാണ് CPM നേതാക്കൾ പറയുന്നത്. അതിൽ വല്ല അർത്ഥവുമുണ്ടോ? ഈ താങ്കൾ തന്നെ ചോദിച്ചു, ഈ കിട്ടിയ മറുപടി അനുസരിച്ച് സത്യവാങ്മൂലമല്ലല്ലോ, ഒരു ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് എന്താ എന്നുള്ളതല്ലേ ക്വസ്റ്റ്യൻ. ആ ഗവൺമെന്റ് സ്റ്റാൻഡ് എന്താ എന്ന് ചോദിക്കുന്നത് ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്ന ഗവൺമെന്റ് അന്നെടുത്ത സ്റ്റാൻഡിനെ കുറിച്ചാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അയ്യപ്പ സംഗമം നടത്തുന്നതിന് വേണ്ടി തീരുമാനമെടുത്ത ഈ ഗവൺമെന്റ്, ആ മാത്രമല്ല ആ സംഗമം നടത്തുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡിന്റെ പേരിലാണ് ഇവർ പറയുന്നത്. അല്ല, കാരണം ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനെ പോലും അതിലെ ഫുഡ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതേസമയം ഈ സംഗമം നടത്താനുള്ള പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഒരു ടൂറിസത്തിന്റെ സെക്രട്ടറി, ഒരു മകളരത്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് അട്ടർ കൺഫ്യൂഷനാണ്. ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകൾ അട്ടർ കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. ഇത് ആഗോള അയ്യപ്പ സംഗമത്തിനു ശേഷം ഇത് കഴിയട്ടെ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. സർക്കാർ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ പല വിഷയങ്ങൾ മുന്നിട്ട് നിൽക്കുകയാണ്. ഹൈന്ദവ സംഘടനകൾ ഒരു ബദൽ സംഗമമൊക്കെ നടത്തുന്നു. പ്രതിപക്ഷം ഇത് തൽക്കാലത്തേക്ക് നിയമസഭയിൽ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണോ, അതോ ഒരു വിഷയമായിട്ട് സംഗമവും ബദൽ സംഗമവും ഒക്കെ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഗവൺമെന്റ് പ്രോപ്പറായിട്ട് ആലോചിക്കാതെയും വീണ്ടും വിചാരമില്ലാതെയും തീരുമാനമെടുത്തതല്ലേ? ഗവൺമെന്റാണ് എല്ലാവരുമായിട്ട് പ്രോപ്പറായിട്ട് കൺസൾട്ട് ചെയ്യേണ്ടിയിരുന്നത്. ഗവൺമെന്റ് ആ കാര്യങ്ങളിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഗവൺമെന്റ് തൊട്ടില്ല എന്നൊരു മട്ടിലങ്ങോട്ട് നിന്നു. എന്നിട്ടോ ദേവസ്വം ബോർഡിന്റെ തലയിൽ വെച്ചു. ദേവസ്വം ബോർഡിന്റെ ചെയർമാനോ അതിനകത്തെ സ്വാഗത സംഘത്തിലെ ഫുഡ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഞാൻ ചോദിച്ചു, അങ്ങനെയാണോ ദേവസ്വം ബോർഡ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്? അപ്പൊ ഗവൺമെന്റ് ആണെങ്കിൽ ഗവൺമെന്റ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ഗവൺമെന്റ് ആ ഗവൺമെന്റ് നോട്ടിനകത്ത് കാണിക്കാനിരുന്നതാണ്. അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ജീവനക്കാരെല്ലാവരും വരണമെന്നാണ്. ഇത് ജീവനക്കാരുടെ സംഗമമാ? ഇത് ജീവനക്കാരാണോ ഇതിന്റെ